തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അണ്ണാ-ഡി-എം-കെയിൽ അനിവാര്യമായിട്ടുള്ള പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് രണ്ട് വിഭാഗങ്ങൾ, SP വേലുമണി വിഭാഗവും എടപ്പാടി പളനിസ്വാമി വിഭാഗവും നിയമസഭാ സെക്രട്ടറിക്ക് വ്യത്യസ്തമായി കത്ത് നൽകിയിരിക്കുന്നു. 30 MLA-മാരുടെ പിന്തുണയുണ്ടെന്നും നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുക്കണമെന്നുമാണ് ആദ്യ വിഭാഗത്തിന്റെ ഒരാവശ്യം. മറുവശത്ത് എടപ്പാടി പളനിസ്വാമിയാണ് നിയമസഭാ കക്ഷി നേതാവ് എന്നറിയിച്ചുകൊണ്ടുള്ളൊരു കത്ത് 17 പേരുടെ പിന്തുണയോടുകൂടി നൽകിയിരിക്കുന്നു. 47 MLA-മാരാണ് അണ്ണാ-ഡി-എം-കെക്ക് നിലവിലുള്ളത്. ഇതിൽ 30 പേരുടെ പിന്തുണ SP വേലുമണി വിഭാഗത്തിനാണ്. ഈ വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും ഈ വിശ്വാസ വോട്ടെടുപ്പിൽ TVKയ്ക്ക് ഈ MLA-മാരുടെ പിന്തുണ ലഭിക്കുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ഏതായാലും എടപ്പാടി പളനിസ്വാമിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പരാജയം, അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ പിളർപ്പ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തമിഴ്നാട്ടിൽ നിയമസഭയിൽ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി വിജയ് ഈ പതിവ് കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതായത് MK സ്റ്റാലിനെ നേരിട്ട് അദ്ദേഹം വീട്ടിലെത്തി കണ്ടു, അദ്ദേഹത്തിന്റെ ആശീർവാദം തേടി. ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് MK സ്റ്റാലിൻ വിജയ്ക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ MDMK നേതാവ് വൈക്കോയെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. ECK നേതാവ് തിരുമാളവനെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. അങ്ങനെ മുൻകാലങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം വിജയ് പുലർത്തുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കും എന്നുള്ള ഒരു കാര്യമാണ് വിജയ് ഇപ്പോൾ പറയുന്നത്. നിലവിലേതായാലും നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ. അതോടുകൂടി തന്നെ അണ്ണാ-ഡി-എം-കെയുടെ കാര്യത്തിൽ ആർക്കാണ് ശക്തി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും. മറ്റന്നാൾ വിശ്വാസ വോട്ടെടുപ്പും നടക്കും. ഏതായാലും വിജയെ സംബന്ധിച്ച് അണ്ണാ-ഡി-എം-കെയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വിജയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി വിജയ്ക്ക് വിശ്വാസ വോട്ടെടുപ്പ് തേടി ഭരിക്കാൻ ആകും എന്നുള്ള വിവരമാണ് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുവരുന്നത്.